പുക നമ്മുടെ മുടിയുടെ ഉള്ളിലേക്ക് കൊള്ളിക്കാം. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിയെ സംരക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികരൊക്കെ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്ന മെത്തേഡാണ് മുടിക്ക് പുക കൊള്ളിച്ചു കൊടുക്കുന്നത്. അത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എങ്ങനെ എഫക്റ്റീവായി ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകേണ്ട വീഡിയോയിലേക്ക് പോകാം. മുടി പുകയ്ക്കാൻ നമുക്ക് ആവശ്യമുള്ളത് കർപ്പൂരമാണ്, പിന്നെ കുറച്ച് ചകിരി ആവശ്യമുണ്ട്, പിന്നെ കുന്തിരിക്കമാണ് ആവശ്യം. ഇതെല്ലാം നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതിനുശേഷം വേണ്ടത് നമുക്കൊരു സാമ്പ്രാണിപ്പോട്ടാണ്. അതായത് നമുക്ക് പുകയ്ക്കാൻ ആവശ്യമുള്ള ഇതുപോലത്തെ ഒരു പാത്രം വേണം. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഈ പാത്രത്തില് ചകിരിയാണ് ആദ്യം നിറച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാത്രോട്ടോ, അതാ ഇങ്ങനെ കരി പിടിച്ചിരിക്കുന്നത്. ശേഷം കുറച്ച് കുന്തിരിക്കമാണ് ആവശ്യം. കുന്തിരിക്കം എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് വളരെ കുറച്ച് മാത്രം മതി, ഇതാ ഇത്രയും മതി. അതിനുശേഷം നമുക്ക് ഇതൊരു പേപ്പറിൽ ഇട്ടിട്ട് ആ പേപ്പർ ഒന്ന് മടക്കി വെച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു അലകല്ലോ എന്തെങ്കിലും ഇങ്ങനെ കല്ല് വെച്ചിട്ട് അതൊന്നിങ്ങനെ ചതച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ അത് വളരെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പൊടി പോലെ ആയി പോകും കേട്ടോ. ശേഷം നമ്മുടെ കർപ്പൂരം എടുക്കാം. എന്നിട്ട് കർപ്പൂരം ഒരു സ്പൂണിലോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതൊന്നിങ്ങനെ കത്തിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ കർപ്പൂരം നമുക്ക് ഈ ചകിരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അത് നല്ലതുപോലെ കത്തി വരും കേട്ടോ. അപ്പൊ 2-3 കർപ്പൂരവും പിന്നെ ചകിരിയൊക്കെ നമുക്ക് ആവശ്യത്തിന്, ഇതിന് കത്തുന്നതിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിന്റെ മുകളിലേക്ക് നമ്മൾ കുന്തിരിക്കയും കൂടി ഇട്ട് കഴിയുമ്പോഴേക്കും അതൊന്നിങ്ങനെ ഉരുകി തുടങ്ങിയിട്ട് നല്ലപോലെ പുക വരും. മുടി പുകയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുടി രണ്ടായിട്ട് വകച്ചിട്ടെടുത്തിട്ട് ജടയൊക്കെ കളഞ്ഞു വെക്കുക. എന്നിട്ട് നമ്മുടെ മുടി ഇങ്ങനെ പൊക്കി എടുത്തിട്ട് ആ പുക നമ്മുടെ മുടിയുടെ ഉള്ളിലേക്ക് കൊള്ളിക്കുക കേട്ടോ. ഈ അടിഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ കായയും മുടി പൊട്ടലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ടും കാണുന്നത്. അപ്പൊ അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ പുക കൊള്ളിച്ചു കൊടുക്കുക. 2 സൈഡും മാറി മാറി തന്നെ ഇങ്ങനെ പുക കൊള്ളിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ മുടിയിൽ പുക കൊള്ളിച്ചതെന്ന് എല്ലാവരും കണ്ടു അല്ലേ? അപ്പൊ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കുന്തിരിക്കുവാണെങ്കിൽ നമ്മുടെ മുടിയിൽ ഉണ്ടാവുന്ന പേനും പിന്നെ ഈര്, പിന്നെ അതുകൂടാതെ മുടി കായ, പിന്നെ മുടി ഇങ്ങനെ ഫ്രിഡ്ജി ആയിട്ട് വറ്റി ഇങ്ങനെ വരണ്ടൊക്കെ പോകത്തില്ലേ, ഇങ്ങനെ വിട്ട് വരണ്ടൊക്കെ പോകത്തില്ലേ, ഈ ഒരു അവസ്ഥയൊക്കെ നല്ല രീതിയിലൊക്കെ മാറ്റി തരും. അപ്പൊ ഇതാണ് കുന്തിരിക്കത്തിന്റെ ഗുണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കർപ്പൂരമാണ്. ആരോഗ്യമുള്ള ഒരു തലയോട്ടിയും പിന്നെ കരുത്തുള്ള മുടിയൊക്കെ നൽകാൻ വേണ്ടിയിട്ട് കർപ്പൂരം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് മുടിക്ക് പുക കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്രിസിനെസ് ഒക്കെ മാറ്റിയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടുള്ള ഹെയർ കിട്ടാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും വേണം ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ മുടിയുടെ മുഷിഞ്ഞ മണമൊക്കെ മാറിയിട്ട് നല്ല രീതിയിലുള്ള ഒരു മുടി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഈ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും മുടിയിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് നമ്മുടെ മുടിയിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും, പ്രതിഫലിക്കുകയും ചെയ്യും കേട്ടോ. എന്റെ മുടി പുക കൊളിച്ചതിന് ശേഷമുള്ള റിസൾട്ട് ആട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം ഡിയേഴ്സ്. ബൈ, ടേക്ക് കെയർ.